കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും അതേപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്തു വരുന്ന യൂണിവേഴ്സിറ്റികളിലേക്കുമുള്ള അഡ്മിഷൻസിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ജൂൺ 12 ഡെഡ്ലൈൻ വരുന്ന എല്ലാ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ഈ ഡെഡ്ലൈന് മുൻപായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സ് നോക്കിക്കോളൂ, പക്ഷേ ഇതൊരു ബാക്കപ്പ് ആയിട്ട് കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിലും കാലിക്കറ്റ് ആണെങ്കിലും ഒരു ബാക്കപ്പ് ആയിട്ട് തന്നെ വെക്കുക. ഏതൊരു നിങ്ങൾ കീം എഴുതിയിട്ടുണ്ടെങ്കിലും ഇനിയിപ്പം നീറ്റ് എഴുതിയിട്ടുണ്ടെങ്കിലും ഒരു ബാക്കപ്പ്, ഒരു സേഫ്റ്റി നെറ്റ് അത്രയും. മാത്രമല്ല ഇതിൽ നിങ്ങൾക്ക് എൻട്രൻസ് എക്സാംസോ കാര്യങ്ങളൊന്നുമില്ല. പ്യൂർലി നിങ്ങളുടെ +2 മാർക്ക് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ റിസർവേഷനും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 കോഴ്സസ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ആണ് മാക്സിമം വെക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ അതിൽ നിരവധി പ്രോഗ്രാംസുകൾ അവൈലബിൾ ആണ്. BSc പ്രോഗ്രാംസ് ഉണ്ട്, BCom ഉണ്ട്, BCA ഉണ്ട്, BVOC പ്രോഗ്രാംസ് ഉണ്ട്. BVOC പ്രോഗ്രാം നോക്കുന്ന സമയത്ത് കുറച്ച് സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സാണ്. അതിൽ തന്നെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് വരുന്നുണ്ട്, റീറ്റെയിൽ മാനേജ്മെന്റ് വരുന്നുണ്ട്, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് വരുന്നുണ്ട്. അപ്പോൾ നിരവധി കോഴ്സസ് അതിനകത്ത് വരുന്നുണ്ട്, എന്ന് വെച്ചാൽ സ്പെഷ്യലൈസേഷൻസ് ആയിട്ട്. പിന്നെ നമുക്ക് BBA അവൈലബിൾ ആണ്. അതിലും ഈ പറഞ്ഞുകൊണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പെഷ്യലൈസേഷൻസ് എന്താണ് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഫീസ് നോക്കുന്ന സമയത്ത് ഇപ്പം ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് എയ്ഡഡ് കോളേജസ് ആണ് കിട്ടുന്നെങ്കിൽ ഫീസ് കുറവായിരിക്കും. ഒരു 4,000 to 8,000 ഇടയിലൊക്കെ ആയിരിക്കും ഫീസ് വരുന്നുണ്ടായിരിക്കും. എന്നാൽ നമ്മൾ സെൽഫ് ഫിനാൻസിംഗിലേക്ക് പോകുന്ന സമയത്ത് ഫീസ് കൂടുതലായിരിക്കും, 30K+ ഒക്കെ വരുന്നുണ്ടായിരിക്കും ഇയർലി ഉള്ള ഫീസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 3 ഇയർ UG ഡിഗ്രി ഉണ്ട്, പിന്നെ 4 ഇയർ UG ഡിഗ്രി വിത്ത് ഹോണേഴ്സ് ഉണ്ട്. 4 ഇയർ UG ഡിഗ്രി വിത്ത് ഹോണേഴ്സ് അതിനൊപ്പം തന്നെ റിസർച്ചും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോഴ്സ് അവൈലബിൾ ആണ്. റിസർച്ചിലാണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് റിസർച്ച് പ്രൊജക്ട് ചെയ്യാനുണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 520 രൂപയും അതുപോലെ തന്നെ SC ST ആണെങ്കിൽ നിങ്ങൾക്ക് 220 സംതിങ് ആണ് ഫീസ് വരുന്നത്. വളരെ കുറഞ്ഞ രജിസ്ട്രേഷൻ ഫീസാണ് വരുന്നത്. പിന്നെ ഇത് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ admission.uoc.ac.in എന്നുള്ള വെബ്സൈറ്റാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ബാക്കി കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഫർദർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിൻ്റെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടി വരാമെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇത് ബാക്കിയുള്ള സ്റ്റുഡൻസിനും അതേപോലെ തന്നെ രക്ഷകർത്താക്കൾക്ക് അയച്ചു കൊടുക്കുക. ഒരിക്കലും അയച്ചു കൊടുക്കാതിരിക്കരുത്, കാരണം ചിലപ്പോൾ നമ്മൾ വീഡിയോ അയച്ചു കൊടുക്കുമ്പോഴേ അവർ കാണുന്നുണ്ടായിരിക്കുക. അപ്പോൾ അത് അവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്യും. ഓക്കെ.